நான் ஒரு கதை சொல்லட்டுமா? இந்த கഥയിലെ നായകനും നായികയും വേറെ ആരുമല്ല നമ്മുടെ അപ്പി ബൈജു, മറ്റൊന്ന് നിരീശ്വരവാദി എന്ന് പറഞ്ഞു നടക്കുന്ന മുസ്ലിം നാമധാരിയായിട്ടുള്ള നേരം വെളുത്ത് വൈകുന്നേരം വരെ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് പേപ്പട്ടി കുരയ്ക്കുന്ന കണക്ക് കിടന്ന് കുരയ്ക്കുന്ന ഒരു കൂതറ സാധനം. പലരും ടീച്ചർ എന്നൊക്കെയാണ് ലവളെ വിളിക്കുന്നത്. ഇവൻ പറയുന്നത് എൻ്റെ സഹോദരി എന്നാണ്. ഏത് വിധത്തിലാണ് ലവൻ്റെ സഹോദരി ഇവളായെന്നും ലവളുടെ സഹോദരനായെന്നൊന്നും നമുക്കറിയത്തില്ല. എന്തോ അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. രണ്ടും ഒന്നാന്തര ഫ്രോഡുകളാണ്. ഭൂലോക തട്ടിപ്പുമായിട്ട് ഇപ്പം രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പം ജീവിക്കാൻ വകയൊന്നും ഇല്ലെന്നേ. സ്വന്തം അമ്മയും ഭാര്യയും മക്കളെ ഒന്നും തിരിഞ്ഞു നോക്കാത്ത ഇവൻ ചാരിറ്റി പ്രവർത്തനമായിട്ട് ഇറങ്ങിയെന്ന് കേട്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഇവൻ ഇത്രത്തോളം മനുഷ്യനോട് സ്നേഹവും കരുണയുള്ളവനാണോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. എന്തായാലും ഈ ഏട്ടനും ഏട്ടത്തിയുടെയും ഈ ഉഡായിപ്പ് പരിപാടി എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് കണ്ടോളൂ. ഈ ചാണക ബൈജു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് കുറേ ഫോൺ നമ്പറുകൾ ഇവൻ്റെ നെറ്റിയിലും അതുപോലെ തന്നെ സൈഡിലും ഇവൻ്റെ കാലിൻ്റെ ഭാഗത്തും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ചുറ്റിനും GPay നമ്പറുകളും അക്കൗണ്ട് നമ്പറൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം ആര് കണ്ടാലും ഒരു നമ്പർ മിസ്സായി പോകരുത്. അപ്പം ഞാൻ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ 3 നമ്പറിലേക്കും ഞാൻ മാറി അങ്ങോട്ട് വിളിച്ചു. ഇൻകമിങ് ഫെസിലിറ്റി ഇതിനകത്തൊന്നും ഇല്ല. അപ്പം നമ്മുടെ ഒരു നമ്പർ അപ്പി ബൈജിയുടെ പേഴ്സണൽ നമ്പർ തന്നെയാണ്. ഇതിനകത്തൊന്നും അങ്ങോട്ട് വിളിച്ചാൽ കിട്ടില്ല. പൈസ അയച്ചാൽ അങ്ങോട്ട് പോകും. ഏതോ ഒരു പാവം സ്ത്രീയെ വിളിച്ച് മാസ്ക് ഒക്കെ ഇട്ട് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് പഴയ വീഡിയോ ആയിട്ടാണ് എനിക്കത് തോന്നിയത് കേട്ടോ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വീഡിയോ അല്ല, പഴയ ഏതോ ഒരു സാധനം, ഒന്നില്ലെങ്കിൽ ഇവരുടെ കൂടെ തന്നെ ഈ തരികിട കളിക്കുന്നത് ഏതോ ഒരു ഫ്രോഡ് ആയിരിക്കാം. അതല്ലെങ്കിൽ ഇവർ പറയുന്ന കണക്ക് ഇവരൊരു രോഗിയായിരിക്കാം, അല്ലെങ്കിൽ വീട് നഷ്ടപ്പെട്ടവരായിരിക്കാം. പക്ഷേ 10ൻ്റെ പൈസ ഈ 2 മരവാണങ്ങളും കൂടെ വന്നിട്ട് ഇതിനകത്ത് അപേക്ഷിച്ചാൽ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഒരു മനുഷ്യനും കൊടുക്കത്തില്ല. പിന്നെ സംഘികളെന്ന് പറയുന്നത് പാവങ്ങളെ സഹായിക്കാത്ത ഒരു വിഭാഗമാണല്ലോ. ഇപ്പോൾ അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് ഒരു അബദ്ധവശാൽ ഒരു കുട്ടി മരണപ്പെട്ടു പോയായിരുന്നു. കേരളത്തിലെ ജനങ്ങൾ ജാതി മതഭേദമെന്നെ എല്ലാവരും ഈ അബ്ദുൾ റഹീമിനും നിമിഷപ്രിയയ്ക്കും വേണ്ടി കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു. ഇവർ അയച്ചു കൊടുത്തു. അബ്ദുൾ റഹീം ഇപ്പം നാട്ടിലൊക്കെ വന്നു. ഉമ്മയുമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. 10-20 കൊല്ലത്തോളം ജയിലിൽ കിടന്നിട്ടാണ് പുള്ളി നാട്ടിലെത്തിയത്. അപ്പോൾ ഇവരൊക്കെ വരുന്ന സമയത്ത്, ഇവർക്ക് വേണ്ടി പണം പിരിക്കുന്ന സമയത്തൊക്കെ ഈ 2 മരവാണങ്ങളും കൂടെ നിന്നുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കുരച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണല്ലേ. പച്ച വർഗീയതയാണ് ഈ വെട്ടാവളിയെത്തി കുരച്ചത്. ജീവിക്കാൻ വഴിയില്ലാതെ വരുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഫ്രോഡ് പരിപാടിയായിട്ടൊക്കെ വരും. കാരണം മേലനങ്ങി പണിയെടുത്ത് ജീവിക്കാൻ ഈ നാറിയെ കൊണ്ട് എന്തായാലും സാധിക്കത്തില്ല. ഇങ്ങനെ ഞെളിഞ്ഞിരുന്നുകൊണ്ട് പച്ച വർഗീയത എത്ര നേരം വേണമെങ്കിലും നോൺ സ്റ്റോപ്പ് ആയിട്ട് ഈ തെണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് എന്തായാലും ഈ തട്ടിപ്പ് വീഡിയോ ഒന്ന് കാണാം. കണ്ടതിന് ശേഷം നിങ്ങളുടെ കമന്റുകൾ അറിയിക്കും. ആദ്യം തന്നെ വലിയൊരു നന്ദി നിങ്ങൾക്ക് മുൻപിൽ വെക്കുകയാണ്. അത് ഞാനും ജാമിദ ടീച്ചറും പറയുന്നതിനേക്കാൾ ഉപരി നമ്മളെല്ലാം പ്രിയപ്പെട്ട നമ്മുടെ ഒരു സഹോദരിക്ക് വേണ്ടിയിട്ട് ഒരു ധനസമാഹരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ആ സഹോദരിയുടെ വാക്കുകൾ കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം. എനിക്ക് എല്ലാവരോടും വളരെയധികം നന്ദിയാണ് ആദ്യം തന്നെ പറയാനുള്ളത്. എന്താ വെച്ചാല് എന്റെ വീടിന്റെ ആധാരം ബാങ്ക് ജപ്തി ചെയ്ത് കൊണ്ടുപോകുന്നുള്ള ഒരു പേടിയിലേനു. വെച്ചാല് ഞാൻ ആധാരം ബാങ്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ മക്കളെയും കൊണ്ടിട്ട് വഴിയാധാരമായി പോകും. അപ്പൊ ഇതുവരെ കാണാത്ത നല്ല മനസ്സിനുടമയായ പല വ്യക്തികളുടെയും സഹായം കൊണ്ട് ആധാരത്തിന് ഈ കൊടുത്തിരിക്കുന്ന ഈ നമ്പറുകളെല്ലാം നമ്മുടെ അപ്പി ബൈജുവിന്റെ കേട്ടോ. ഇവർക്ക് സഹായം വേണമെന്നുണ്ടെങ്കിൽ അവരുടെ നമ്പറോ അവരുടെ അക്കൗണ്ട് നമ്പറോ ഒക്കെയാണ് കൊടുക്കേണ്ടത്. അതല്ല കൊടുത്തിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞൊരു ഒന്നാന്തര ഫ്രോഡാണ്. പിന്നെ ലവളുടെ ഈ ഫോട്ടോയും ഇപ്പോഴത്തെ ഈ പറയുന്ന ഫോട്ടോയും കൂടെ നിങ്ങൾ നോക്കിയോ. ഇത് കുറെ പഴക്കമുള്ള വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം എന്തെങ്കിലുമൊക്കെ ഉടായ്പ പരിപാടികളൊക്കെ കാണിച്ച് ആൾക്കാരുടെ നിന്ന് പണം മേടിച്ച് നക്കുക എന്നുള്ള പരിപാടിയാണ് ഈ 2 ഊളകളും വന്നിരുന്നുകൊണ്ട് ഈ കാണിക്കുന്ന നാടകം. നമ്മുടെ അൻസാരി സൂര്യ ഉസ്താദെ ജാതിയും മതവും നോക്കാതെ ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്നുണ്ട്. വൃന്ദമോൾ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഈ വീൽ ചെയറിനകത്തിരിക്കുന്ന ഒരു കുട്ടീനെ സഹായിക്കാൻ വേണ്ടി 34 ലക്ഷം രൂപ ഉസ്താദ് സമാഹരിച്ചപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ടല്ലോ, ഏത് ഈ മിത്രങ്ങൾ വന്നിട്ട് പറഞ്ഞ് ഉസ്താദ് ഉടായിപ്പാണ്, ഉച്ചവർഗീയവാദിയാണെന്നൊക്കെ വന്ന് കിടന്ന് കുറച്ചല്ലോ. എൻ്റെ പൊന്നി ചേച്ചി, നിങ്ങൾ ഉസ്താദിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ നേരിട്ട് ബന്ധപ്പെടുക. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പുള്ളി നടത്തിത്തരാം. അല്ലാതെ ഈ കൂതറകൾ വന്നിട്ട് കിടന്ന് കുരച്ചാൽ നിങ്ങൾക്ക് 10ൻ്റെ പൈസ കിട്ടാൻ പൈസ ടീച്ചർ മുഖേന അടയ്ക്കാൻ കഴിഞ്ഞു. പിന്നെ ഹോസ്പിറ്റലിൽ പോയി കാണിച്ച് ഡോക്ടർ 1 മാസത്തേക്ക് മരുന്ന് തന്നു, സ്കാൻ ചെയ്തു. അപ്പം സർജറി എന്തായാലും ചെയ്യണം എന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ഇനിയിപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി കൊണ്ടുപോയി കാണിക്കണം. ഇനിയിപ്പോ ആധാരം നമുക്ക് കുറച്ചുകൂടി പൈസ സംഘടിപ്പിച്ചിട്ട് എടുക്കേണ്ടതുണ്ട്. സർജറിക്കുള്ള പൈസയും കണ്ടെത്തേണ്ടതുണ്ട്. അപ്പൊ അതിന് ഇനിയും നല്ലവരായിട്ടുള്ള ആളുകൾ അകമഴിഞ്ഞ് സഹായിക്കണം. ഇത് തന്നെ നമ്മുടെ മാന്യ പ്രേക്ഷകരോട് നന്ദി പറയുന്നുണ്ട്. അവർക്ക് കിട്ടിയിട്ടുള്ള ആ പണത്തിൽ നിന്ന് നമ്മൾ അവരുടെ ആധാരത്തിന്റെ എടുക്കാനുള്ള ജപ്തി നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ വസ്തുവിന്റെ അതിലേക്ക് പകുതി പൈസ നമുക്ക് അടയ്ക്കാനായിട്ടുണ്ട്. മാത്രമല്ല അവരുടെ ആ ചികിത്സയ്ക്ക് മുൻപേ നടത്തേണ്ട എല്ലാവിധ പരിശോധനകളും നടത്തിയിട്ടുണ്ട്. ആ വിശദ വിവരങ്ങൾ ടീച്ചർ തന്നെ നേരിട്ട് പോയത് കൊണ്ട് തന്നെ ടീച്ചർ തന്നെ വിവരിക്കും. ടീച്ചർ, എങ്ങനെയൊക്കെയാണ് അതിന്റെ വിവരങ്ങൾ?
ഞങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വന്ന പൈസയുടെ ലിസ്റ്റ് എല്ലാം അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. കാരണം നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ആ സ്ത്രീക്കും 3 കുഞ്ഞുങ്ങൾക്ക് നമ്മളുടെ ഇടയിൽ ഒന്ന് ജീവിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒന്നുകൂടി ഒന്ന് കൈ കോർത്ത് പിടിച്ചേ മതിയാവും. കാരണം നമുക്കറിയാം, നമ്മുടെ ചാറ്റിന്റെ ഒക്കെ താഴെ, നമ്മുടെ ലൈവുകളുടെ ഒക്കെ താഴെ വരുന്ന കമന്റുകൾ, ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ ഞങ്ങൾ കൊടുക്കുമായിരുന്നു, ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ എത്ര കോടി രൂപ പിരിക്കുമായിരുന്നു, നിങ്ങൾ പറഞ്ഞിട്ട് എന്റെ സംഖ്യകളൊന്നും പണം തരുന്നില്ലേ എന്ന് ചോദിക്കുന്ന കമന്റുകൾ ഒരു പക്ഷേ ആ സ്ത്രീയും ഇത് കാണുന്നുണ്ട്. എന്നിട്ട് അവർ പറയുക, നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും ഈ വീഡിയോ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ പൈസ തരുമായിരുന്നു. അപ്പോൾ ഞങ്ങളോടുള്ള വിരോധം വെച്ചിട്ട് ദയവ് ചെയ്ത് ആ സ്ത്രീ ആ കണ്ണുകൊണ്ട് കാണരുത്. കാരണം അവരും കാണുവാണ് ഈ കമന്റുകളൊക്കെ. അതുകൊണ്ട് ഒരിക്കൽ കൂടി വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുവാണ് ആ കുടുംബത്തിന് വേണ്ടി. ആ സ്ത്രീക്ക് സർജറി കംപ്ലീറ്റ് ചെയ്യണം, ആധാരത്തിന് കുറച്ച് പൈസ കൂടി അടച്ചിട്ട് ആധാരം എടുക്കണം, ഒന്ന് മേൽക്കൂര ഇടണം. ഈ 3 ആവശ്യങ്ങളുമായിട്ട് ഒരിക്കൽ കൂടി നിങ്ങളെ സമീപിക്കുവാൻ സഹായിക്കണം. പ്രിയപ്പെട്ടവരെ, ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. കാരണം ആ യുവതിയുടെ, ആ സഹോദരിയുടെ, ആ 3 മക്കളുടെ അമ്മയുടെ വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടു. അപ്പോൾ കിട്ടുന്നതിനനുസരിച്ച് ആ സംഖ്യകൾ പൂർണ്ണമായിട്ടും കൃത്യമായിട്ട് വിനിയോഗിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ഇനിയും അവരുടെ വസ്തു എടുക്കാൻ പകുതിയോളം കാശ് ഇനിയും അടയ്ക്കാനുണ്ട്. ഓപ്പറേഷൻ സർജറിക്ക് വേണ്ടി ഒരുപാട് കാശുകൾ കണ്ടെത്തേണ്ടതുണ്ട്. മാത്രമല്ല, സർജറി കഴിഞ്ഞാൽ മാത്രം പോരാ, അവർക്ക് 6-7 മാസത്തോളം റെസ്റ്റ് എടുത്തുകൊണ്ട് തന്നെ അതിന്റെ പരിപൂർണ്ണ വിശ്രമത്തിലേക്ക് പോവേണ്ടതുണ്ട്. അത് ആ സമയത്ത് ആ കുടുംബം ജീവിച്ചു പോവേണ്ടതുണ്ട്. അത്ര കണ്ട് ദയനീയമായിട്ടുള്ള അവസ്ഥയായതുകൊണ്ട് തന്നെയാണ് ഈ കമന്റുകളെ കുറിച്ച് ടീച്ചർ പറഞ്ഞതുകൊണ്ട് തന്നെ ഇന്ന് വലിയൊരു ആഘോഷം ചാനലുകളിലൂടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. 34 കോടി നൽകിക്കൊണ്ട് റഹീം എന്ന് പറയുന്ന ഒരു മുസ്ലിം നാമധാരിയെ സംരക്ഷിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത കുറ്റത്തിന് ഇവിടെ യാതൊരു പ്രാധാന്യവും ഇല്ലാതായിരിക്കുന്നു. ഒരു ശ്വസിക്കാൻ പോലും ചലിക്കാൻ പോലും കഴിവില്ലാത്ത ഒരു കുഞ്ഞിനെ, ശ്വസന ഉപകരണം കൊണ്ട് ജീവിച്ചു പോയിരുന്ന ഒരു കുഞ്ഞിനെ, ആ ശ്വസന ഉപകരണം വലിച്ചു പൊട്ടിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിയിട്ട ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് 34 കോടി ഇവിടെ പിരിച്ചത്. നമ്മൾ അതിനെതിരൊന്നും പറയുന്നില്ല. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ അർഹരായിട്ടുള്ള ഇത്തരത്തിൽ 100 കണക്കിന് ആളുകൾ ഉണ്ടാകുമ്പോൾ ഇത്തരം കൊടും ക്രിമിനലുകൾക്ക് വേണ്ടി 34 കോടി പിരിക്കുന്ന നാടാണ് നമ്മുടെ കേരളം. ഈ കേരളത്തിലാണ് ഈ കുഞ്ഞു കുടുംബം, ഈ അമ്മയും മക്കളും ജീവിച്ചു പോകാൻ വേണ്ടി കേഴുന്നത്. ആ കേഴുന്നതിന്റെ വേദന മനസ്സിലാവാതെ ഈ പറയുന്ന ഭീകരന് വേണ്ടി സംഭാവന ചെയ്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം. അവരെ ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ ഈ അമ്മയെയും ഈ മക്കളെയും ഈ സഹോദരിയെ നമ്മൾ ചേർത്ത് നിർത്തുക. മാക്സിമം എല്ലാവരും ഉദാര മനസ്കരായി കൊണ്ട് തന്നെ സംഭാവന ചെയ്യുക. ഗൂഗിൾ പേ നമ്പർ ഒന്ന് ബ്ലോക്ക് ആവുന്നത് കൊണ്ട് ഇവിടെ എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്നത് ഒന്ന് ബ്ലോക്ക് ആവുന്ന മറ്റൊന്ന് ഏതെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, എങ്ങനെയെങ്കിലും കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം പലരും ഇതിനടിയിൽ കമന്റ് ഇടുന്നത് ഗൂഗിൾ പേ ബ്ലോക്ക് ആയി അയക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ഗൂഗിൾ പേയിലേക്ക് അയക്കാൻ പറ്റിയില്ലെങ്കിൽ നോക്കൂ, നിങ്ങൾ അക്കൗണ്ട് നമ്പറിലേക്ക് അയക്കുക. കൊടുക്കാൻ സുമനസ്സുള്ള ആളുകൾ ആ രീതിയിൽ തന്നെ ചെയ്യുക. 100 കോടിയാണ് അബ്ദുൾ റഹീം എന്ന് പറയുന്ന കൊലയാളിക്ക് വേണ്ടി ഈ കൊച്ചു കേരളം പിരിച്ചെടുത്തത് എന്നത് നിങ്ങൾ മറക്കരുത്. കാരണം പബ്ലിസിറ്റി എവിടെ കിട്ടുമോ അവിടെയൊക്കെ ചാടി വീഴുന്ന വലിയ കുബേരന്മാർ ആ വിഷയത്തിനകത്ത് ഇടപെട്ടിട്ടുണ്ടായിരുന്നു. 1 കോടിയും 2 കോടിയും തികയാത്ത മുഴുവൻ കോടിയും കൊടുക്കാൻ തയ്യാറായി. എന്തിനാണ്? അതിനൊരു പബ്ലിസിറ്റി വേറെ ഉണ്ടായിരുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, മുസ്ലിം നാമധാരിയായിരുന്നു. ഒരു കൊലയാളിയെ സൗദി അറേബ്യയുടെ നിയമത്തിൽ നിന്നും ഊരിയെടുക്കാൻ 100 കോടി പിരിച്ചു എന്നാണ് ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞത്. ഇവര് തന്നെ പറയുന്നു 60 കോടി കഴിഞ്ഞിട്ടുണ്ടെന്ന്, ഈ പിരിച്ച ആളുകൾ തന്നെ. ആ സാഹചര്യത്തിൽ 1000-1 പോലുമില്ല ഈ ഒരു സ്ത്രീക്കും 3 കുഞ്ഞുങ്ങൾക്കും ജീവിക്കാനുള്ളത്. അപ്പൊ അവര് മുസ്ലിം അല്ല എന്നതിന്റെ പേരിൽ ഒരു കാരണവശാലും ഒരു സഹായവും അവർക്ക് നിഷേധിക്കപ്പെടരുത്. അല്ല, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഈ പൈസ യാചിക്കുന്നത്? ഒരു സഹോദരിയുടെ വീട് സംരക്ഷിക്കാനും അവർ അസുഖം മാറാനും വേണ്ടിയല്ലേ ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുണ്ട് ഇങ്ങനെ കുരച്ചത്? അതിൻ്റെ ഇടയിൽ എന്തിനാണാവോ ഈ പച്ചവർഗീയത കുത്തിക്കയറ്റിയത്? അപ്പം നിങ്ങൾ ആരോടാണ് ഈ പൈസ ചോദിക്കുന്നത്? ഇവിടുത്തെ ജിഹാദികളോടോ? കാരണം സംഖ്യകൾ ആരും 10ന്റെ പൈസ തരത്തില്ല എന്നുള്ളത് അറിയാം. പിന്നെയും തരണമെന്നുണ്ടെങ്കിൽ ഈ ജിഹാദികൾ തന്നെ കൊടുക്കണം. അപ്പം നിൻ്റെയൊക്കെ ഈ കൊണവതാരത്തിന് ഇനിയിപ്പോൾ ഇത് സത്യമാണെങ്കിൽ ഈ ജിഹാദികൾ ആരെങ്കിലും കൊടുക്കുമോ? 10 പൈസ കൊടുക്കത്തില്ല. പിന്നെ ഇവിടുത്തെ മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ഉണ്ട് കേട്ടോ. അതിനകത്ത് ജാതിയും മതമൊന്നുമില്ല. ക്രൈസ്തവനും മുസൽമാനും ഹിന്ദുവും എല്ലാം അകമറിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. അൻസാരി സൂര്യ ഉസ്താദ് സഹായിച്ച ഒരുപാട് ആളുകളുടെ വീഡിയോകൾ നമ്മൾ കണ്ട്. അതിൻ്റെ അടിയിൽ വന്നിട്ട് വളരെ മോശം കമൻറ്റുകൾ ഇട്ടിട്ടുള്ള ആളുകളാണ് ഈ സംഘികൾ. അപ്പോൾ ഈ സംഘികൾ കാരണം ബാക്കിയുള്ളവൻ്റെയും കൂടെ അന്നം മുട്ടിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഉസ്താദ് താൽക്കാലികമായിട്ട് ചാരിറ്റി പ്രവർത്തനം നിർത്തിവെച്ചായിരുന്നു. എടാ, നിന്നെപ്പോലുള്ള മരവാണെങ്കിൽ സ്വന്തം കുടുംബത്തിന് പോലും പ്രയോജനമില്ലാത്ത, സ്വന്തം അമ്മയും മക്കളെയും ഭാര്യയും നോക്കാത്ത നീയാണോടാ ചാരിറ്റി പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ഇമ്മാരി കൊണയടിയായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന? എടാ, നിന്റെ മുഖം കണ്ടാൽ 10ന്റെ പൈസ ആരും തരത്തില്ല. കാരണം ജീവിക്കാൻ വേറെ മാർഗമൊന്നുമില്ല കേട്ടോ. എടാ, ഇതിലും നല്ലത് നടുറോട്ടിലിറങ്ങി തോർത്തും പിരിച്ചിട്ട് ആങ്ങളെയും പെങ്ങളും കൂടെ തെണ്ടിയാൽ മതി. ആരെങ്കിലുമൊക്കെ അലിവ് തോന്നി എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച നിന്റെ കണ്ണാക്കിലിട്ട് തരും, ആ കരച്ചിൽ കണ്ടിട്ടെങ്കിലും. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നല്ല ഒന്നാം തരം ഭൂലോക ഉടായ്പകളാണ് ഈ 2 എണ്ണവും. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ഇനങ്ങൾ. ഈ ആങ്ങളെയും പെങ്ങൾക്കും നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് സഹായിച്ചേര് കേട്ടാ. വയറ്റിപ്പിഴപ്പല്ലേ, പിഴച്ചു പോക്കോട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.